നമസ്കാരം. കൽക്കത്ത സന്ദർശിക്കുന്നവർ ഏറെ ഇഷ്ടപ്പെടുന്നതാണ് ഹൗറ പാലത്തിലൂടെ ഒരു യാത്ര. കാറ്റേറ്റുകൊണ്ട് പാലത്തിലൂടെ നടക്കാൻ കൂടി കഴിഞ്ഞെങ്കിൽ സന്തോഷം ഇരട്ടിയാകും. ദിനം പ്രതി ഏകദേശം 1,00,000 വാഹനങ്ങളും 1,50,000 പേർ നടന്നു പോകുന്ന ഈ പാലത്തിൻ്റെ പേര് 1965 മുതൽ വിഖ്യാതനായ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഓർമ്മയ്ക്കായി രബീന്ദ്ര സേതു എന്ന് പുനർനാമകരണം ചെയ്തിട്ടുണ്ട്. 1936 മുതൽ 6 വർഷമെടുത്ത്, അതായത് 1942 ഇതിൻ്റെ പണി പൂർത്തീകരിച്ചത്. പൂർണ്ണമായും സ്റ്റീൽ കൊണ്ട് നിർമ്മിതമായ ഈ പാലത്തിന് കാലുകളില്ല. കാൻഡിലിവർ സസ്പെൻഷൻ രീതിയിൽ നിർമ്മിച്ച ഇതിൻ്റെ നിർമ്മാണ വൈദഗ്ധ്യം നമ്മെ അത്ഭുതപ്പെടുത്തും. കൽക്കത്ത നഗരത്തെയും ഹൗറയെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഹൂഗ്ലി നദിക്ക് കുറുകെ നിർമ്മിച്ച ഈ പാലത്തിന് 457.2 മീറ്റർ നീളമുണ്ട്. ഇതിൻ്റെ നിർമ്മാണത്തിന് 26,000 ടൺ സ്റ്റീൽ വേണ്ടി വന്നുവെന്ന് പറയപ്പെടുന്നു. പാലത്തിൻ്റെ ഇരുവശങ്ങളിലും നടപ്പാതകളുണ്ട്. ഈ നടപ്പാതയിൽ യാത്രക്കാരെയും വിൽപ്പനക്കാരെയും നമുക്ക് കാണാം. പല പ്രായക്കാരും വന്ന് ഫോട്ടോ എടുക്കുവാൻ ബന്ധപ്പെടുന്നതും നമുക്ക് കാണാം. ഒറ്റ ഫ്രെയിമിൽ ഈ പാലം കിട്ടുക എന്നത് ശ്രമകരമായൊരു ജോലിയാണ്. ഇതിനായി പാലത്തിനടുത്തുള്ള മല്ലികാഘട്ടിൽ ഇറങ്ങി നിൽക്കേണ്ടി വരും. പകൽ മുഴുവൻ പൂക്കളുടെ ഒരു വലിയ വിൽപ്പന കേന്ദ്രം കൂടിയാണിത്. മല്ലികാഘട്ടിൽ നിൽക്കുമ്പോൾ ഹൂഗ്ലി നദിയിലൂടെ പോകുന്ന ബോട്ടുകളും സ്റ്റീമറുകളും തണുത്ത കാറ്റും രബീന്ദ്ര സേതുവിൻ്റെ പശ്ചാത്തലത്തിൽ കാണുന്നത് മനോഹരം തന്നെ. സന്ധ്യയാകുന്നതോടെ പാലത്തിൽ വിവിധ വർണ്ണങ്ങളിൽ ലൈറ്റ് തെളിയും. 80 വർഷമായി തല ഉയർത്തി നിൽക്കുന്ന ഈ പാലം സത്യജിത് റേ, മൃണാൾ സെൻ, ബിമൽ റോയ്, മണിരത്നം, ബ്ലസ്സി തുടങ്ങിയവരുടെ ചിത്രങ്ങളിൽ ചിത്രീകരിച്ചിട്ടുണ്ട്.